വെൽക്കം ടു അവർ നെക്സ്റ്റ് ഡേ ഇൻ സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്വിറ്റ്സർലൻഡിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നാണ് ഞങ്ങൾ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഓൾമോസ്റ്റ് ട്രെയിനിലായിരിക്കും. നമ്മൾ ബാസലിന് ഇപ്പോൾ നമ്മൾ ബാസലിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ബാസലിന് ആദ്യം ബാസൽ SBB പോകണം. അതിനൊരു ട്രാമാണുള്ളത്. എന്നിട്ട് ബാസൽ SBBന്ന് നമ്മൾ ഗ്ലേഷ്യർ എക്സ്പ്രസ് ബോർഡ് ചെയ്യുന്നത് ചൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൻ്റെ എൻ്റയർ ജേർണിയിലില്ല. നമ്മൾ ചൂറിന് കയറിയിട്ട് ബ്രിഗിൽ ഇറങ്ങാനാണ് പ്ലാൻ. എന്നിട്ട് ബ്രിഗിൽ നിന്ന് പിന്നെ നമ്മൾ ലൂസേൺ, അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം നമ്മൾ ലൂസേണിലേക്ക് പോവാണ് ഇന്ന്. പിന്നെ ലൂസേണിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും വരുന്നുണ്ട് ഗ്ലേഷ്യർ എക്സ്പ്രസ്സിനകത്ത് പോകാനായിട്ട്. അവർ ബ്രിഗിൽ നിന്ന് തിരിച്ച് ബാസലിലേക്ക് തിരിച്ചു വരും. ഞങ്ങൾ അവിടെ നിന്ന് ലൂസേണിലേക്ക് പോകും. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം. നേരത്തെ പറഞ്ഞു പോലെ ഇന്നത്തെ ദിവസം ഭൂരിഭാഗം സമയവും നമ്മൾ ട്രെയിനിലായിരിക്കും. കാരണം ഇന്നാണ് നമ്മൾ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ കയറാനായിട്ട് പോകുന്നത്. നമ്മൾ ഗ്ലേഷ്യർ എക്സ്പ്രസ് ബുക്ക് ചെയ്തിരിക്കുന്നത് ചൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് ബ്രിഗ് വരെയുള്ള സ്റ്റേഷനിലേക്കാണ്. അപ്പം നമ്മൾ ബാസൽ SBB വരെ ട്രാം എടുത്തിട്ട് പിന്നെ ബാസൽ SBBന്ന് ചൂർ വരെ ഇപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടുത്തെ ലേക്സും മൗണ്ടൻസും എല്ലാം നമുക്കിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് തോന്നും. അതുകൊണ്ട് യാത്ര ഒട്ടും ബോറിംഗ് അല്ല അവിടെ പോകും. അങ്ങനെ ഞങ്ങൾ ചൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലെത്തി. അവിടെ നിന്നാണ് ഗ്ലേഷ്യർ എക്സ്പ്രസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഗ്ലേഷ്യർ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിനേക്കാളും വളരെ നേരത്തെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പം കുറച്ച് ടൈം ഉണ്ടായിരുന്ന കാരണം ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ഓൾഡസ്റ്റ് ടൗൺ ആണ്. അപ്പോൾ അവിടെ എന്താ കാണാനുള്ള നോക്കിയപ്പോൾ അവിടെ ഒരു സെയിൻറ്റ് മാർട്ടിൻസ് ചർച്ച് കണ്ടു. അപ്പോൾ അത് ആ ടൗണിലെ ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ദൂരെ അത് കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അതൊന്ന് പോയി വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന്. ആക്ച്വലി ടൗണിന്റെ പേരിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ചിലടത്ത് പറയുന്നുണ്ട് ചൂർ എന്നാണെന്ന്, വേറെ ചിലടത്ത് ഖൂർ എന്നാണ് പറയണത്. അപ്പം ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അറിയുകയാണെങ്കിൽ പറയൂ എന്താണ് ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ. ഇപ്പോഴാണ് ചേർച്ച് കാണാനായിട്ട് തുടങ്ങിയത്. നമ്മൾ നടന്നു തുടങ്ങിയപ്പോൾ എക്സ്പെക്ട് ചെയ്ത് കുറച്ചുകൂടെ അടുത്താണെന്നാണ് അവിടുന്ന് കണ്ടപ്പോൾ. പക്ഷേ ഈ സ്ട്രീറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. പുറത്തത് കാണാനുള്ള ടൈം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ട്രെയിൻ പിടിക്കേണ്ട കാരണം നമ്മൾ പിന്നെ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾ ഫൈനലി ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ കയറി. എല്ലാം സെറ്റിലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. ഈ ട്രെയിനിനകത്ത് റെസ്റ്റോറൻറ്റും അതുപോലെ ഫുഡും അവർ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി ഫുഡ് ബൗൾസ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ ഡ്രിങ്ക്സ് മാത്രമാണ് ട്രെയിനിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗ്ലേഷ്യർ എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെയിൻ മൗണ്ടൻസിലുള്ള റെയിൽവേ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പനോരമിക് ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ടണൽസിലൂടെയും പല ബ്രിഡ്ജസിലൂടെയും കടന്നിട്ട് പല മലകളും കയറി ഇറങ്ങിയിട്ടാണ് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ടാവുക. ഈ ജേർണിയിലുള്ള വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് വാസർ വയഡക്റ്റ് ആണ്. പക്ഷേ നമ്മൾ കയറുന്ന സ്റ്റേഷന് മുമ്പായിരുന്നു അത്. അതുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ലാൻഡ് വാസർ വയഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ആർച്ച് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്.
നമുക്ക് പക്ഷെ അത് കാണാത്തതിൻ്റെ ഒരു വിഷമം ഒട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. നമ്മളിപ്പോൾ പോയ സമയത്ത് കുറച്ചും കൂടെ ഗ്രീനും ഫ്ലവേഴ്സൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ വിൻ്റർ ടൈമിൽ അത് ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടി കൊടുക്കുന്ന ഒരു ഫീലായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഏരിയ ഇപ്പോഴും മഞ്ഞൊന്നും ഉരുകാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കുറച്ചുകൂടെ മേലെയാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രെയിൻ പല മലകൾ കയറി മറിഞ്ഞത് കാരണം മേൽഭാഗത്ത് എത്തുമ്പോൾ കുറച്ചും കൂടെ മഞ്ഞ് കാണുന്നുണ്ടാവും. നിർത്തുന്ന ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനായിരുന്നു. അപ്പോൾ അവിടെ ട്രെയിൻ കുറച്ച് നേരം നിർത്തുന്ന കാരണം എല്ലാവർക്കും പുറത്തിറങ്ങി കാണാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അകത്ത് അത്യാവശ്യം ട്രെയിനകത്ത് ചൂടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങി ഒരു 10 മിനിറ്റിന് മേലെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു. നമ്മളാണെങ്കിൽ ജാക്കറ്റൊക്കെ എടുക്കാതെ തന്നെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറി. ഇനി അടുത്ത സ്റ്റേഷൻ ബ്രിഗ് ആണ്. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ബ്രിഗിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് ട്രെയിനിൽ ലൂസേണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേ. ഞങ്ങൾ ലൂസേണിലെത്തി. എന്നിട്ട് അവിടെ നമ്മുടെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലൂസേണിലുള്ള റോയ്സ് റിവർ. ഈ റിവറിലാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചാപ്പൽ ബ്രിഡ്ജ് ഉള്ളത്. ഈ കാണിക്കുന്ന ബ്രിഡ്ജല്ല ചാപ്പൽ ബ്രിഡ്ജ്. ചാപ്പൽ ബ്രിഡ്ജ് ഒരു വുഡൻ ഫുട് ബ്രിഡ്ജാണ്. അപ്പോൾ ഇന്ന് നമുക്കവിടെ പോകാൻ സമയം ഉണ്ടാവില്ല മിക്കവാറും. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. ഈ റിവർ കുറേ ദൂരമുണ്ട്. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ബ്രിഡ്ജസ് ഉണ്ട്. 2 സൈഡിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതിനകത്ത് ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചേർച്ചസ് ഉണ്ട്, പലതരത്തിലുള്ള ബിൽഡിങ്സ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ കാണുന്ന മൗണ്ട് പിലാറ്റസ് ആണ്. പിന്നെ താഴെ പോകുന്ന റിവർ നമ്മൾ നേരത്തെ കണ്ട റോയ്സ് റിവർ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിലെത്തി. അപ്പം ഇപ്പം നമ്മൾ ലൂസേണിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നമ്മുടെ വ്യൂവും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ടൈം ട്രെയിനിലായിരുന്നു. ഗ്ലേഷ്യർ എക്സ്പ്രസ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ലൂസേണിലേക്കുള്ള യാത്രയുമൊക്കെ ആയിട്ട് ട്രെയിനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കങ്ങനെ ഒരുപാട് നടക്കേണ്ടി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ ദിവസമൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15-20,000 സ്റ്റെപ്സാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഫുൾ ടൈം ട്രെയിനിലായ കാരണം അധികം നടക്കേണ്ടി ഒന്നും വന്നില്ല. അപ്പം നാളെ നമ്മൾ മൗണ്ട് പിലാറ്റസിൽ പോവാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.